Good evening. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 28ാം അധ്യായത്തിൽ ഏവർക്കും സ്വാഗതം. ഓരോ അധ്യായവും നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ ജീവിതത്തിലെ മികച്ച പാഠങ്ങൾ തന്നെയാണ്. അറിവിന്റെയും പുതിയ ചിന്തകളുടെയും അതിരുകളില്ലാത്ത ലോകത്തേക്ക് നമ്മെ നയിക്കുന്ന ഈ വേദിയിൽ നാം പരിചയപ്പെടുന്ന ഓരോ വ്യക്തിത്വവും വ്യത്യസ്ത ജീവിത വീക്ഷണങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. മാറ്റങ്ങളുടെ ചാലകശക്തിയും മനസ്സിന്റെ ആഹാരവുമാണ് വായന. ലോകം മാറ്റിമറിച്ച ചരിത്ര പുരുഷന്മാരെല്ലാം അതിരുകൾ ഭേദിച്ച വായനയുടെ ഉടമകളായിരുന്നു. വായനയുടെ മഹത്വം വിളിച്ചോതുന്ന ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പാളും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഏവർക്കും നമസ്കാരം. സർ നമസ്കാരം. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവ 51ന്റെ ഇന്നത്തെ വേദിയിൽ നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ KN ഗണേഷ് സാറാണ്. അധ്യാപകനും ചരിത്രകാരനും എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ അദ്ദേഹത്തെ നമ്മുടെ വേദിയിൽ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചു സമയമെങ്കിലും ലഭിച്ചതിൽ ഞങ്ങളുടെ സന്തോഷവും അഭിമാനവും അറിയിക്കുകയാണ്. ഏറെ സ്നേഹ ബഹുമാനത്തോടുകൂടി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ സ്വാഗതം. കേരള സർവകലാശാല അധ്യാപന പഠന കലാലയമാണ്. ഇവിടെ അധ്യാപക വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും ചേർന്ന ഒരു കൂട്ടായ്മയാണ്. ഓൺലൈനിൽ കൂടി ആയതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ച എല്ലാവരെയും തന്നെ നമുക്ക് ഈ വേദിയിൽ ഇങ്ങനെ ഒത്തുചേരാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ്. ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നതിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ, സ്വാഗതം. നന്ദി ടീച്ചർ. KFL സാഹിത്യോത്സവം 51ന്റെ 28ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി പ്രമുഖ മലയാളി ചരിത്രകാരനും മാർക്സിസ്റ്റ് ചിന്തകനും ഏറെ പ്രിയങ്കരനുമായ ശ്രീ KN ഗണേഷ് സാറാണ്. 1990 പുറത്തിറങ്ങിയ കേരളത്തിന്റെ ഇന്നലകൾ എന്ന അദ്ദേഹത്തിന്റെ കൃതി ഏറെ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ ചരിത്രത്തിലും വംശചരിത്രത്തിലും കേന്ദ്രീകരിച്ചുള്ള ചരിത്ര വ്യാഖ്യാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കേരളത്തിന്റെ അതുവരെയുള്ള സാമൂഹ്യ ചരിത്രത്തെ അടയാളപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ഈ ഗ്രന്ഥം. മലയാളിയുടെ ദേശകാലങ്ങൾ എന്ന രചന മലയാളിയുടെ ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നതിൽ തികച്ചും നവീനമായൊരു സമീപനം ഉൾക്കൊള്ളുന്നു. പരമ്പരാഗത ചരിത്ര സ്രോതസ്സുകൾക്ക് പകരം വാമൊഴി വഴക്കങ്ങളെയും സാമൂഹ്യ ജീവിതത്തിലെ വിവിധ സൂചകങ്ങളെയും ശേഷിപ്പുകളെയും ആശ്രയിച്ചാണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരമൊരു ചരിത്ര രചന കേരളീയ ചരിത്ര പഠനങ്ങളിൽ ഒരു അപൂർവതയാണെന്ന് തന്നെ പറയാം. കേരളത്തിന്റെ ഇന്നലകൾ, പ്രകൃതിയും മനുഷ്യനും, കുഞ്ചൻ നമ്പ്യാർ, വാക്കും സമൂഹവും, തഥാഗതൻ ബുദ്ധന്റെ സഞ്ചാര വഴികൾ, കേരള സമൂഹം ഇന്ന് നാളെ എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ. അദ്ദേഹത്തിന് 2015 കേരള സാഹിത്യ അക്കാദമിയുടെ വൈജ്ഞാനിക സാഹിത്യ രചനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പുറമെ കേരള വിദ്യാഭ്യാസ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ മുഖ്യ പങ്കുവഹിച്ച ശ്രീ KN ഗണേഷ് സാറിനെ ഏറെ സ്നേഹപൂർവ്വം KFL വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ഹലോ. സർ. ഹലോ സർ, കേൾക്കാം സർ. തുടങ്ങാവോ അതോ ഇനി? ഇല്ല സർ, തുടങ്ങാം. ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല, തുടങ്ങാം സർ. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഞാനൊരു 3 ദശകക്കാലം അധ്യാപകനായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കേരള വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ജനകീയ കമ്മീഷനാണ്. അതൊരു ഔദ്യോഗിക കമ്മീഷനല്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ അന്ന് ശേഖരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഇടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈയിടെ അന്തരിച്ച CT കുര്യൻ
അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അവസാനം ആ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ മുൻനിരയിൽ നിന്ന ആൾ. അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പ്രവർത്തിച്ചിട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ ഓർമ്മകൾ ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇടപെടാൻ ശ്രമിച്ചത്. കുറച്ചു കാലത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു ദൗർബല്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്ലാസ് മുറിയിലെ ജനാധിപത്യം എന്നാണ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വൈപരീത്യത്തിൻ്റെ ഒരു രണ്ടും കൂടിയുള്ള ചേരുവയായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം നമ്മളിപ്പോൾ ക്ലാസ് മുറികളെ സങ്കല്പിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രൂപത്തിലും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാലും അധ്യാപകർക്കത് വിട്ട് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അധ്യാപകർക്ക് മാത്രമല്ല രക്ഷിതാക്കളും അതിൽ നിന്ന് മാറാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു വലിയ ചർച്ചയ്ക്ക് ശേഷം നമ്മളിപ്പോൾ അവസാനം വീണ്ടും 8-9 ക്ലാസ്സുകളിലാണെന്ന് പറയപ്പെടുന്നു 20% വീതമുള്ള മാർക്ക് അത് തോൽവി ജയം എന്ന് പറയുന്ന സങ്കല്പം തിരിച്ചു കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. 10ാം ക്ലാസ്സിലേക്ക് അത് കൊണ്ടുവരുമെന്ന് പറയുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ എന്ന് പറയുന്നയാൾ അയാളുടെ ജോലി അല്ലെങ്കിൽ അയാൾ സ്വയം കാണുന്ന രീതി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നൊരു പ്രജയെ, ഞാൻ പ്രജ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന ക്ഷമിക്കണം, വിദ്യാർത്ഥികൾ എന്ന് പറയുന്നൊരു പ്രജയെ നേർവഴിക്ക് നടത്തുകയും അയാൾക്ക് അറിവ് നൽകുകയും അയാൾക്ക് മൂല്യബോധം സൃഷ്ടിക്കുകയും മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഭാവി പൗരന്മാരായിട്ട്, പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്നൊരു പ്രയോഗമാണ് ഭാവിയിലെ പൗരന്മാരായിട്ട് വളർന്നു വരാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അധ്യാപകന്റെ കടമ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അധ്യാപകർ എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവര് ഈ കുട്ടികൾ എന്ന് പറയുന്ന ഒരു പ്രജയെ പോറ്റി വളർത്തുന്ന ആളുകളാണ്. അപ്പൊ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു വേർതിരിവുള്ള ഒരു ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് ജനാധിപത്യം സാധ്യമല്ല. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചുള്ളതാണ്. ഒരുപക്ഷെ അധ്യാപകരെ തന്നെ മാറ്റാനുള്ള അവസ്ഥയാണ് ജനാധിപത്യമായിട്ട് കണക്കാക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി. തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 5 വർഷം ഇന്ത്യ ഭരിച്ച അല്ലെങ്കിൽ കേരളം ഭരിച്ച ഏതെങ്കിലും ഒരു മന്ത്രിസഭയെ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഒരു കൂട്ടത്തെ അവരെ വിലയിരുത്തിയിട്ട് അവരെ മാറ്റാനുള്ള തീരുമാനമെടുക്കലാണ് ജനാധിപത്യത്തിലൂടെ നടപ്പിലാവുന്നത്. പക്ഷെ അങ്ങനെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ സാധ്യമല്ല. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ മാറ്റാനോ ഒരുപക്ഷെ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ മാറ്റാൻ ചിലപ്പോൾ കഴിഞ്ഞതിരിക്കാം, പക്ഷെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാലും അധ്യാപകരെ മാറ്റാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ക്ലാസ് മുറിയിലെ ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിന് എന്താണ് അർത്ഥം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകളുടെ ഇപ്പോഴുമുള്ള വിദ്യാഭ്യാസ സങ്കല്പം എന്ന് പറയുന്നത് ഈ ഗുരുശിഷ്യ ബന്ധത്തിന്റെ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ ആദ്യമേ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. വിദ്യാലയങ്ങൾ എല്ലാ കാലത്തും ഈ ഗുരുശിഷ്യ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിന്നവയല്ല. വിദ്യാലയങ്ങളുടെ ചരിത്രം അതിനെക്കുറിച്ച് കുറേയൊക്കെ ഒരു പഠനം നടത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതൊരു വിഷയത്തിൽ താല്പര്യമുള്ള ഒരാൾക്ക്, ഇപ്പൊ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത് സംഗീതമാണ്, എനിക്ക് സംഗീതത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്പോർട്സിൽ പോകാൻ താല്പര്യമുണ്ട്, എനിക്ക് അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ എനിക്ക് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലായിരിക്കും എനിക്ക് താല്പര്യം. അങ്ങനെ താല്പര്യമുള്ള ഒരാൾക്ക്
അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് പറ്റിയൊരു അധ്യാപകനെ കണ്ടുപിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതിനോടൊപ്പം തന്നെയുണ്ട്. നമ്മൾ പലപ്പോഴും അംഗീകരിക്കാത്തൊരു സ്വാതന്ത്ര്യമാണ്. അതായത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിഷയം പഠിപ്പിക്കുന്നയാൾ ഇന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അയാളോടൊപ്പം ചേരാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട. ഇത് മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു അവകാശമാണ് എന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു അവകാശം സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിച്ചേക്കാം. നിങ്ങൾക്ക് ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇത് സാധിക്കുകയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോയ്സ് അവരുടെ മുമ്പിലില്ല. ആ ചോയ്സിലേക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഇടയിൽ ഇതിനെപ്പറ്റി തീരുമാനമെടുക്കുന്ന മറ്റൊരു കൂട്ടരുണ്ടെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അത് രക്ഷാകർത്താക്കൾ. രക്ഷാകർത്താക്കള് ഇന്ന് പേരൻസ് ചോയ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ചർച്ച നടന്നു വരുന്നുണ്ട്. ആ പേരൻസ് ചോയ്സ് അനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പേരന്റിന്റെ ചോയ്സ് ആണെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അത് പേരൻസിന് യുക്തിസഹമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനെ വാദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവിടെ അധ്യാപകർ മാത്രമല്ല രക്ഷാകർത്താക്കൾ കൂടി നിർണയിക്കുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഇന്നത് പഠിക്കണമെന്ന് രക്ഷാകർത്താക്കൾ തീരുമാനിക്കുകയും ആ ഇന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് രക്ഷാകർത്താവ് മാറുന്നു. അവിടെയും കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണോ രക്ഷാകർത്താവിന്റെ ചിന്ത? എപ്പോഴും ആയിക്കൊള്ളും നിർബന്ധമില്ല. അപൂർവം ചില രക്ഷാകർത്താക്കൾ ഉണ്ടാവും. ഞാൻ എല്ലാവരെയും കുറ്റമൊന്നും പറയുന്നില്ല. രക്ഷാകർത്താക്കൾ പലരും ഉണ്ട്. കുട്ടിയെ എങ്ങനെയാണോ പഠിപ്പിക്കുക അയാളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷവും അങ്ങനെയുള്ളവരല്ല. അവരൊക്കെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇന്നത്തെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പ്, അവരുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ്, ഒരുപക്ഷെ അവരുടെ ഭാവിയിലെ നിലനിൽപ്പ്, ഒരു സുരക്ഷ എന്നൊക്കെ പറയുന്ന അവർക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള കുടുംബത്തിന്റെ നിലനിൽപ്പിനും ഭാവിയുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഏതാണോ ഏറ്റവും നല്ല ഒരു സാധ്യത എവിടെയാണോ ഉള്ളത് ആ സാധ്യത അന്വേഷിച്ച് പോകുന്നവരാണ്. അങ്ങനെ വരുമ്പോഴും നമുക്ക് അത്തരത്തിലുള്ള ഒരു ചോയ്സ് പേരന്റിലായിട്ട് വരുമ്പോൾ ഈ പേരന്റിന്റെ ചോയ്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം PTA പേരന്റ് ടീച്ചർ അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ള മറ്റു രൂപങ്ങളിലൊക്കെ തന്നെ അത് പലപ്പോഴും ടീച്ചേഴ്സിന്റെ പുറത്തേക്ക് അത് വരുന്നുണ്ട്. പലപ്പോഴും സ്കൂളുകളുടെ പുറത്തേക്കും ഈ പറയുന്ന ചോയ്സ് കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ രണ്ട് ചോയ്സുകളുടെ അധ്യാപകരുടെ പഠിപ്പിക്കാനുള്ള അവരുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ ഒരു നിർബന്ധ ബുദ്ധി എന്ന് പറയുന്ന ഒരു വശത്ത്, കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ചോയ്സ് എന്ന് പറയുന്ന മറുവശത്ത്, ഈ രണ്ട് ചോയ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ പലപ്പോഴും കുട്ടികളുടെ വളർച്ചയെ തീരുമാനിക്കുന്നത് നമുക്ക് കാണാം. ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ള ചോദ്യം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ വിദ്യാർത്ഥികളാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി അത് എത്രമാത്രം പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സംഗതികൾ പഠിപ്പിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് കുറേയൊക്കെ അറിയുമായിരിക്കും. ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ഇപ്പം നടന്നു വന്നിട്ടുണ്ട്. കുട്ടികളുടെ മറ്റേ ന്യൂറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള വളർച്ച, അതിനോടൊപ്പം തന്നെ അവരുടെ ഇമാജിനേറ്റീവ് ശേഷികളുടെയൊക്കെ വളർച്ച, കായികമായിട്ടുള്ള വളർച്ചയിൽ തന്നെ പലപ്പോഴും പിന്നീട് ലിംഗഭാവങ്ങൾ എന്ന് പറയുന്നത് വളർന്നു വരുന്നത് എങ്ങനെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം കുട്ടി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വസ്തുവല്ല, ഒരു ക്ലീൻ സ്ലേറ്റ് അല്ല. അങ്ങനെ ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് ഒരു വിദ്യാർത്ഥിയുമില്ല. അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള വസ്തുവല്ല. നമുക്ക് പിടിച്ചാൽ തിരിക്കാൻ കഴിയുന്നതും നമുക്ക് വളച്ചാൽ വളയ്ക്കാൻ കഴിയുന്നതുമായിട്ടുള്ളൊരു ജീവിയല്ല നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി. അങ്ങനെ വരുമ്പോൾ ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി അവർക്കൊരു ജൈവഭാവമുണ്ട്, അവർക്കൊരു മനോഭാവമുണ്ട്, അവർക്ക് ചിന്താശക്തിയുണ്ട്, അവർക്ക് നിരീക്ഷണ ശക്തിയുണ്ട്, അവർക്ക് നമ്മളെക്കാൾ ഒരു പക്ഷേ കൂടുതൽ നൈസർഗിക ഭാവങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു വളരെ ജൈവമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണോ നമ്മൾ വിദ്യാർത്ഥികളെയും സമീപിക്കുന്നത്. പേരന്റിനെ സംബന്ധിച്ചിടത്തോളം ഭാവിക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കുട്ടിയെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അധ്യാപകർ പലപ്പോഴും സ്കൂളിന്റെ മേന്മയെ സംരക്ഷിക്കാനായിട്ടും അതുപോലെ തന്നെ അവരുടെ ഒരുപക്ഷെ
ജനങ്ങളുടെ മുമ്പിലുള്ള ജനപ്രീതി എന്ന് പറയുന്നത് നിലനിർത്താനുമായിട്ടുള്ള ഉപകരണങ്ങളായിട്ട് നമ്മൾ വിദ്യാർത്ഥികളെ മാറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ ജൈവമായിട്ടുള്ള കുട്ടിയുടെ വളർച്ചയുടെ തലത്തിൽ, അതായത് 5 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്ന മുതൽ 18 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് ഹയർ സെക്കൻഡറി കൂടി കഴിഞ്ഞിട്ട് പുറത്തു പോകുന്ന ആ സമയത്ത് 12 വർഷം അവര് സ്കൂളുകളിൽ കഴിയുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഈ ജൈവമായിട്ടുള്ള വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും അവർ യഥാർത്ഥത്തിൽ കടന്നു പോകുന്നുണ്ട് എന്നുള്ള വസ്തുത അറിഞ്ഞിട്ട് തന്നെയാണോ നമ്മൾ കുട്ടികളെ സമീപിക്കുന്നത്? അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ വളർച്ചയെ നമ്മൾ പരിശോധിക്കുന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഭാവിയിൽ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ജനാധിപത്യപരമായിട്ടുള്ള സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ആ ജനാധിപത്യം എന്ന് പറയുന്നത് കുട്ടികളുടെ അഭിരുചിയിലുള്ള അവരുടെ ചോയ്സ് മേക്കിങ്ങിലുള്ള കഴിവിന്റെ വളർച്ചയും കൂടിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് തരത്തിലുള്ള സമൂഹത്തിലാണ് താൻ ജീവിക്കേണ്ടത് എന്നുള്ളത് ആത്യന്തികമായിട്ട് തീരുമാനിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നതല്ല, രക്ഷിതാവ് തീരുമാനിക്കുന്നതല്ല, അധ്യാപകർ തീരുമാനിക്കുന്നതല്ല, അത് കുട്ടികൾ തന്നെയാണ് തീരുമാനിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ, നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും. അത് കുട്ടികളുടെ അവരവരെ തന്നെ തീരുമാനിക്കുമ്പോൾ എല്ലാവരുടെയും തീരുമാനം ഒരുപോലെ ആകുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളിപ്പോൾ ചെയ്യുന്നത് 10ാം ക്ലാസ് വരെയുള്ള കുട്ടിയെ 10 ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ A+ കിട്ടുന്ന ഒരു സംഘം കുട്ടികളാക്കി അവരെ മാറ്റുന്നു. എല്ലാത്തിനും A+ കിട്ടുന്ന കുട്ടിയെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ഒക്കെ തന്നെ ശരിയാണ്. നമ്മൾ A+ കിട്ടാത്ത കുട്ടികളൊക്കെ തന്നെ മോശക്കാരാണെന്നതിന് അർത്ഥമുണ്ടോ? ഇപ്പോൾ നമ്മൾ തോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിക്കുന്നവർ യഥാർത്ഥത്തിൽ തോൽക്കുന്നുണ്ടോ? എന്തിലാണ് അവർ തോൽക്കുന്നത്? നിങ്ങൾ പറയുന്ന പരീക്ഷയിലല്ല അവർ തോൽക്കുന്നത്. അവർ സമൂഹത്തിൽ തോൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൽ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എന്ത് തരത്തിലുള്ള നൈസർഗിക കഴിവുകളാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്, അതെങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ? അങ്ങനെ അന്വേഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു വിദ്യാലയ അന്തരീക്ഷം, ഒരു കരിക്കുലത്തിന്റെ സൃഷ്ടി, ഒരു പാഠ്യപദ്ധതിയുടെ സൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമല്ലേ? ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് അധ്യാപക വിദ്യാർത്ഥി അനുപാതം അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം. 50-40 കുട്ടികൾ, 30 കുട്ടികൾ കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. മാനേജ്മെന്റ് ആണോ അവിടെ പ്രശ്നം? കുട്ടികളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണോ അധ്യാപകന്റെ ജോലി? 40 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളുണ്ടെങ്കിൽ അവരെ മാനേജ് ചെയ്യലാണ് അധ്യാപകരുടെ ജോലി. കുട്ടികളുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് 1000 കുട്ടികൾ ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അധ്യാപകർക്ക്. ആ സമയത്ത് അവരുടെ മാനേജ്മെന്റ്, അതാണ് അധ്യാപകന്റെ ജോലി. അപ്പൊ അധ്യാപകന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജൈവമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ തലമുണ്ടാക്കി കൊടുക്കുക, ആ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള തലം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്തിലാണ് കുട്ടിക്ക് അഭിരുചിയുള്ളത്, എന്തിലാണ് കുട്ടിക്ക് ശേഷിയുള്ളത്, ആ ശേഷി എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്, അത് പ്രായോഗിക തലത്തിലാണോ, സൈദ്ധാന്തിക തലത്തിലാണോ, ചിന്തയിലാണോ, പ്രവർത്തനത്തിലാണോ, അതോ സർഗാത്മകതയിലാണോ, അതോ കായികമായിട്ടുള്ള കഴിവുകളിലാണോ, അതോ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള വൈദഗ്ധ്യത്തിലാണോ? എവിടെയാണ് കുട്ടി ഇത്തരത്തിലുള്ള അവരവരുടെ കഴിവുകൾ, അവരവരുടെ നൈസർഗിക വാസനകൾ എവിടെയാണ് പ്രകടിപ്പിക്കുന്നത്? ഒരു കുട്ടി അത്തരത്തിലുള്ള വാസനകൾ പ്രകടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അതെങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? അത് കുട്ടിയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, തോൽക്കുന്ന കുട്ടികൾ ബഹുഭൂരിപക്ഷവും ദരിദ്ര വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ് എന്ന് പറയുന്നു. ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന മുഴുവനും ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. അവര് ദളിതരാണ്, ആദിവാസികളാണ്, മറ്റ് പിന്നോക്ക വിഭാഗക്കാരാണ്. അവിടെ നിന്ന് വരുന്ന കുട്ടികളാണ് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നൈസർഗിക വാസനകളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അവരുടെ പരിമിതികൾ എന്താണ്, അവർക്ക് നേരിടുന്ന തടസ്സങ്ങൾ എന്താണ്, ആ തടസ്സങ്ങളെ എത്രമാത്രം സ്കൂളിന് പരിഹരിക്കാൻ കഴിയും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്കൂളിന്റെ
ജനാധിപത്യവൽക്കരണത്തിന് സഹായിക്കുന്നവയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഒരു വളരെ ഐഡിയൽ, ഒരുപക്ഷെ ഒരു ആദർശപരമായിട്ടുള്ള നിലപാടാണെന്ന് തോന്നാം. പക്ഷെ അതേസമയം തന്നെ ഇത്തരത്തിലുള്ള നിലപാട് എടുത്തു കഴിഞ്ഞ ഒരു സംഘം അധ്യാപകർ അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്താൽ മാത്രമാണ് നമുക്ക് കുട്ടികളുടെ പേസിനെ മനസ്സിലാക്കാൻ കഴിയുക, ജനാധിപത്യവൽക്കരണം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അടുത്ത കാലത്ത് ഉദാഹരണത്തിന് ഏതോ ഒരു കോടതി കുട്ടികളെ അടിക്കുന്നത് തെറ്റാണ്, അത് തെറ്റല്ല എന്ന് വിധിച്ചു എന്ന് പറയുന്നത്. ഈ കോടതി ഒരു പക്ഷേ തൂക്കിക്കൊല്ലാനൊക്കെ വിധിക്കുന്ന കോടതിക്ക്, അല്ലെങ്കിൽ ഈ മറ്റേ കുറ്റകൃത്യങ്ങൾക്ക് 7 വർഷവും 10 വർഷമൊക്കെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തല്ല് അല്ലെങ്കിൽ അടി എന്നൊക്കെ പറയുന്ന അവർക്ക് വളരെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷെ അതേസമയം തന്നെ കുട്ടികളെ സംബന്ധിച്ചുള്ളത് ഈ കോടതിയൊക്കെ ഏതോ കാലത്ത് കുട്ടിയായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ പറയുന്ന കോടതി ജഡ്ജി എന്നൊക്കെ പറയുന്ന അയാൾ ഏതോ കാലത്തൊരു കുട്ടിയൊക്കെ ആയിരുന്നു. ആ സമയത്ത് അയാൾക്ക് അടി കിട്ടുമ്പോൾ അയാൾക്ക് സന്തോഷമായിരുന്നു എന്ന് ആ ജഡ്ജിയോട് ആരും ചോദിച്ചില്ല. ഒരു പക്ഷെ ചോദിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ, ഇത്തരത്തിൽ വരുമ്പോൾ തല്ല് കിട്ടുന്നത് ശരിയാണ്, തല്ല് കൊടുക്കുന്നത് ശരിയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്കവാറും അധ്യാപകന്മാരെ കാലത്തെ ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറയുന്ന ആൾ ഏറ്റവും നല്ല ഒരു പീഡന വിദഗ്ധനും കൂടിയായിരുന്നു. ഞാൻ സ്ത്രീപീഡനത്തെ കുറിച്ചല്ല, ബാലപീഡനത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അത്തരത്തിലുള്ള പീഡന വിദഗ്ധന്മാരാണ് എല്ലാ പ്രധാനപ്പെട്ട അധ്യാപകരും. മെച്ചപ്പെട്ട അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അയാൾ ഇതിനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടാവണം. ആ ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമെങ്കിലും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. ചുരുങ്ങിയത് കോടതികളെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ അവർക്ക് വിവരങ്ങൾ, ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് അധ്യാപകരുടെ ആവശ്യമില്ല. അവരില്ലാതെ തന്നെ ഇൻഫർമേഷൻ അവർക്ക് കിട്ടിക്കൊള്ളും. അവർക്ക് കിട്ടേണ്ടത് ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യാനുള്ള, ആ പ്രോസസ്സ് ചെയ്ത് ചിന്താപദ്ധതികളാക്കി മാറ്റാനുള്ള, വിവരത്തെ ജ്ഞാനമാക്കി അറിവാക്കി മാറ്റാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രക്രിയയാണ് അവർക്ക് ആവശ്യം. വിവരങ്ങളല്ല അവർക്ക് ആവശ്യം. ആ ട്രാൻസ്ഫോർമേഷൻ പ്രക്രിയ കുട്ടികളെ ഈ ഒരുപാട് വിവരങ്ങൾ അവരിൽ നിന്ന് കിട്ടുമ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ചില ജ്ഞാനരൂപങ്ങളിലേക്ക്, അറിവുകളിലേക്ക്, ധാരണകളിലേക്ക്, പ്രാപ്തികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ ജോലി, അല്ലാതെ വിവരം എത്തിക്കലല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാപ്തി ഉണ്ടാകുന്ന കുട്ടിയുടെ മനോഭാവം എന്താണെന്ന് കൂടി നമ്മൾ അറിയണ്ടേ. വിവരം എത്തിക്കുകയാണെങ്കിൽ ശരി, നമുക്ക് എത്തിച്ചാൽ മതി. കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കാം, അവരെ കൊണ്ട് പാസ്സാക്കാം. ഒരുപക്ഷെ പരിണത ഫലങ്ങൾ, പഠന നേട്ടങ്ങൾ നമുക്ക് നോക്കാം, പഠന നേട്ടങ്ങൾ അനുസരിച്ച് തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ പ്രാപ്തിയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഈ പ്രാപ്തി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? ഏത് തരത്തിലുള്ള നിബന്ധനകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ പരിശോധിക്കുക? ഇപ്പൊ കുട്ടികളുമായിട്ട് ഇടപഴകുന്നതിൽ വലിയൊരു മാറ്റം വരണ്ടേ? കുട്ടികളെ അധ്യാപകർ യഥാർത്ഥത്തിൽ ഒരേ പ്രക്രിയയുടെ ഭാഗമാണ് തിരിച്ചറിയേണ്ടത്. ആ ഒരേ പ്രക്രിയയുടെ ഭാഗമാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ക്ലാസ് മുറിയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് സാധ്യമാവുക. അതില്ലെങ്കിൽ നമുക്ക് സാധ്യമാവില്ല. നമ്മൾ കുട്ടിയായിട്ട് അധ്യാപകരായിട്ട് നിൽക്കും. അത് ജനാധിപത്യ വിരുദ്ധമായൊരു പ്രക്രിയ ഇന്ന് മിക്കവാറും സ്കൂളുകളിൽ നടക്കുന്നത് അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഞാൻ പറയുന്ന വലിയ വലിയ എലീറ്റ് സ്കൂളുകൾ എന്ന് പറയുന്നതൊക്കെ തന്നെ അത്തരത്തിൽപ്പെട്ടവയാണെന്നാണ് എൻ്റെ ധാരണ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത് അത് കുട്ടികളുടെ വളർച്ചയെ ഹീനമായി ബാധിക്കുന്ന ഒരു സംഭവമായി മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കുട്ടികൾ എഴുതാനും വായിക്കാനും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആരാണ് ഉത്തരവാദി? എഴുതാനും വായിക്കാനും അറിയുന്നില്ല രക്ഷാകർത്താവ് എങ്ങനെ പറയുമ്പോൾ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് രക്ഷാകർത്താവ്, എഴുതാനും വായിക്കാനും അറിയുന്ന രക്ഷാകർത്താവ് പറയുമ്പോൾ, കുട്ടികൾ മറ്റേ അധ്യാപകർ പറയുമ്പോൾ, സ്കൂൾ മാനേജ്മെന്റുകൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുമ്പോൾ ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്? കുട്ടികളാണോ എഴുതാനും വായിക്കാനും അറിയാതായി പോയത്? അവർക്ക് എന്തുകൊണ്ടാണ് എഴുതാനും വായിക്കാനും അറിയാതായി പോയി? ആ ചോദ്യം എന്തുകൊണ്ട് നമുക്ക് ചോദിക്കാൻ കഴിയുന്നില്ല? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കുട്ടികളുടെ ഒരു ഉത്തരവാദിത്വമാണെന്നും കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ഭാരമാണെന്നും പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ വിവേചനം നടത്തുക എന്നുള്ളതല്ലാതെ ഈ സ്വന്തം പ്രക്രിയ എന്തുകൊണ്ട് പരിശോധിക്കുന്ന, ഭാഷാ അധ്യാപനത്തിന്റെ പ്രക്രിയ എന്തുകൊണ്ട് പരിശോധിക്കാനായിട്ട് ആരും തന്നെ തയ്യാറാവുന്നില്ല? എന്തുകൊണ്ട് തയ്യാറാകാൻ പറ്റുന്നില്ല? അതുപോലെ തന്നെ ക്വാളിറ്റി, മാത്തമാറ്റിക്സിന്റെ ക്വാളിറ്റി മോശമാണ്. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ, ഗണിതം
പഠിപ്പിക്കുന്നതിന്റെ ക്വാളിറ്റി മോശമാണ്. ക്വാളിറ്റി മോശമായത് എന്തുകൊണ്ടാണ്? സോഷ്യൽ സയൻസ് കുട്ടികൾ പാസ്സാവുന്നില്ല. എന്തുകൊണ്ടാണ് കുട്ടികൾ പാസ്സാവാത്തത്? ഇതൊക്കെ കുട്ടികളുടെ തലയിലാണ് വെക്കേണ്ടത്. അതോ ഈ പഠിപ്പിക്കുന്ന ആൾക്ക് അയാൾക്ക് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലേ? അങ്ങനെ വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ കുട്ടികളെ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ പാഠഭാഗങ്ങൾ ഉണ്ടാക്കുന്നത്, പഠിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള പ്രക്രിയയിലൂടെ അവരെ കടത്തിക്കൊണ്ടുപോകുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. മുതിർന്നവരുടെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലല്ല, മുതിർന്നവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ടല്ല കുട്ടികളുടെ വളർച്ചയെ പരിശോധിക്കേണ്ടത്. കുട്ടികളുടെ വളർച്ചയെ പരിശോധിക്കേണ്ടത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ പേസ് എന്താണ്, അവരുടെ പ്രക്രിയയുടെ പേസ് എന്താണ്, എത്ര വേഗത്തിലാണ് അവർ പോകുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വേഗത എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികൾ തന്നെയാണ് തീരുമാനിക്കുക. ഒരുപക്ഷെ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഞാൻ ഇനി അധികം നീട്ടുന്നില്ല. ഞാൻ ആ പറഞ്ഞ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണെങ്കിൽ ഞാൻ വെറുതെ ആവർത്തിക്കുക മാത്രമാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ വളരെ മോശപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ 10ാം ക്ലാസ് പാസ്സാവാൻ തന്നെ, സ്കൂൾ ഫൈനൽ പാസ്സാവാൻ തന്നെ ബുദ്ധിമുട്ടിയ ഒരാളാണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പല സർവകലാശാലകളിൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചില്ല. അദ്ദേഹത്തിന് ആരും ഉൾപ്പെടുത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേറ്റന്റ് ഓഫീസ് ക്ലർക്കായിട്ട് പണിയെടുക്കേണ്ടി വന്നത്. കാരണം സർവകലാശാലകളിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടാണ്. ആ പേറ്റന്റ് ഓഫീസ് പണിയെടുത്തിരുന്ന ആളാണ്. അവിടെ പണിയെടുക്കുമ്പോഴാണ് അദ്ദേഹം ലോകത്തെ മുഴുവനും മാറ്റിമറിച്ച, ലോകശാസ്ത്രത്തെ മുഴുവനും മാറ്റിമറിച്ച സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ടാക്കിയത്. അപ്പൊ നമ്മളിത് കാണണം. ഇത് കുട്ടികൾ, ഞാൻ പറയുന്ന ഈ നമ്മൾ അനുസരിക്കുന്ന രീതിയിലല്ല കുട്ടികൾ പെരുമാറുന്നതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. സ്കൂൾ ഫൈനൽ പാസ്സാവാത്ത, ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത മൈക്കിൾ ഫാരഡേ ആണ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് പിന്നീട് മാറിയത്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന തലത്തിലുള്ള കുട്ടികൾ പെരുമാറുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന കുട്ടിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നൈസർഗികമായിട്ടുള്ള വാസന പ്രത്യക്ഷപ്പെടുന്നു. അവരെങ്ങനെ പ്രോത്സാഹിപ്പിക്കും, അവരെങ്ങനെ വളർത്തിക്കൊണ്ടുവരും, അതിനു വേണ്ട ഒരു അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കും, അതിനു വേണ്ട ഒരു സൗഹൃദത്തിന്റെ, സാഹോദര്യത്തിന്റെ, അതുപോലെ തന്നെ സർഗാത്മകതയുടെ അന്തരീക്ഷം എങ്ങനെ സ്കൂളുകൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് ഗുണനിലവാരമൊക്കെ ഉണ്ടായി വരുന്നത്. അല്ലാതെ കൃത്രിമമായിട്ട് കുട്ടികളെ തോൽപ്പിക്കുകയോ ജയിപ്പിക്കുകയോ എല്ലാവരെയും പിടിച്ചിട്ട് എന്താ പറയണ്ടേ A+ കിട്ടിക്കുകയോ ഒന്നും ചെയ്യുന്നതിൽ നിന്നൊന്നും നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജൈവമായിട്ടുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ചടുലമായ ഒരു അന്തരീക്ഷം അത് വിദ്യാർത്ഥികളിൽ, അധ്യാപകരിൽ ഉണ്ടായിക്കൊണ്ട് മാത്രമേ, വിദ്യാലയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അതിലെല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും ഒരേ തരത്തിലുള്ള അവർക്ക് സാഹചര്യങ്ങളും അതിനുള്ള അവസരങ്ങളും സൃഷ്ടിക്കാൻ വിദ്യാലയങ്ങൾക്ക് അറിയാം. അതിൽ ഈ വിദ്യാലയങ്ങളുടെ കുട്ടികളുടെ എണ്ണമല്ല പ്രശ്നം എന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ. 5 കുട്ടികളായിക്കോട്ടെ, ഒരു കുട്ടിയായിക്കോട്ടെ, ആ കുട്ടിയെ പഠിപ്പിച്ചു നന്നാക്കുന്നതിന് വിദ്യാലയങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഒരു കുട്ടി മതി. പലപ്പോഴും ആദിവാസി ഊരുകളിലുള്ള കുട്ടികൾക്ക് പലപ്പോഴും 4-5 കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് മതി. ആ കുട്ടികളെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അധ്യാപകരുടെ മുമ്പിലുള്ള വെല്ലുവിളി. അതിൽ നിന്നാണ് ജനാധിപത്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. മറ്റുള്ള ഒരു യാന്ത്രിക സമീപനത്തിനും, അത് ടെക്നോളജി കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദ്യ കൊണ്ടോ ഒന്നും തന്നെ ജനാധിപത്യം സൃഷ്ടിക്കാൻ കഴിയില്ല. ജൈവമായിട്ടുള്ള അന്തരീക്ഷം അധ്യാപകരും വിദ്യാർത്ഥികളും കൂട്ടിച്ചേർന്ന് സൃഷ്ടിച്ചാൽ മാത്രമാണ് ക്ലാസ് മുറി ജനാധിപത്യം സാധ്യമാവുക. അത് കുട്ടികളുടെ വളർച്ച, അവരുടെ പേസ് എന്ന് പറയുന്നത് തിരിച്ചറിയാനുള്ള അധ്യാപകരുടെ കഴിവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം എന്ന് മാത്രമല്ല, അവസാനം ഒറ്റ വാക്കുകൂടി ഞാൻ പറഞ്ഞു തീർക്കാണ്. രക്ഷിതാക്കളല്ല ആത്യന്തികമായിട്ട് കുട്ടിയുടെ ഈ അഭിരുചിയുടെയും പേസിന്റെയും നിർണയം നടത്തേണ്ടത്. അത് യഥാർത്ഥത്തിൽ അധ്യാപകരാണ്. കാരണം രക്ഷിതാക്കൾക്ക് മറ്റു തരത്തിലുള്ള അവരുടെ എപ്പോഴും അവരുടെ കുട്ടിയോടുള്ള ബയാസ്, മുൻവിധി എന്ന് പറയുന്ന എപ്പോഴും ഉണ്ടാകും. അധ്യാപകർക്ക് അതില്ലാത്തത് കൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായിട്ടും കൃത്യമായിട്ടും അഭിരുചി നിർണയം നടത്താൻ അധ്യാപകർക്ക് കഴിയും എന്നും ഉള്ളത് പ്രധാനമാണ്. അതെങ്ങനെയാണ് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് അവരെ
പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വയോജന വിദ്യാഭ്യാസത്തിന്റെ തലവും കൂടി ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാവും എന്നും കൂടി ഞാൻ കരുതുക. ഇത്രയുമാണ് പൊതുവിൽ പറയാനുള്ളത്. വളരെ നന്ദി. കേട്ടിരുന്നതിന് എനിക്ക് തോന്നുന്നൊരു 35 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ചർച്ചയാവാന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ഞാൻ നിർത്തിയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അത്യാവശ്യം ചില പ്രോബ്ലംസ് ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കും. ശരി. താങ്ക് യു സർ. സാഹിത്യോത്സവം 51ന്റെ ഈ വേദി അനശ്വരമാക്കി ക്ലാസ് മുറികളിലെ ജനാധിപത്യം എന്ന വിഷയത്തെപ്പറ്റി നമ്മോട് സംസാരിച്ച ശ്രീ KN ഗണേഷ് സാറിന് നന്ദി. അടുത്തതായി സാറിനോട് സംസാരിക്കുവാനും നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും പങ്കുവയ്ക്കുവാനുമുള്ള സമയമാണ്. ഈ സുവർണാവസരം സജീവമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. ഹലോ ഹലോ സർ, എൻ്റെ പേര് ജോബ് എന്നാണ്. ഞാൻ KCT കുന്നത്തെ ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്നുള്ളത് ഈ 10 വരെയുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യമല്ല. ഇപ്പൊ +1 +2 മുതൽ അങ്ങോട്ടേക്കുള്ള വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അധ്യാപകരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഈ പൊതുവെ ഈ ജനാധിപത്യ മൂല്യങ്ങളും വിമർശനാത്മക ചിന്തയൊക്കെ വളർത്തുന്നതിന് പഠിപ്പിക്കാനായിട്ട് അധ്യാപകർ പലപ്പോഴും ഈ ചരിത്രപരമായിട്ടുള്ള വിവരണങ്ങളും ഈ കേസുകളും ഒക്കെ നമ്മൾ ഉദ്ധരിച്ച് കാണാറുണ്ട്. ഉദാഹരണത്തിന് ഈ കേശവാനന്ദ ഭാരതി പോലെയുള്ള കേസുകൾ ഉദ്ധരിച്ച് കാണാറുണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ കേസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില അപകടങ്ങളും വെല്ലുവിളികളും ഒക്കെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമുക്ക് തരണം? ഈ ആനുകാലിക സന്ദർഭത്തിൽ പ്രത്യേകിച്ച്, കാരണം ചരിത്രമൊക്കെ തിരുത്തി എഴുതപ്പെടുന്ന ഒരു സമൂഹമാണ്. അപ്പൊ അത്തരത്തിലൊരു കാലഘട്ടം വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെ അതിജീവിച്ച് കൃത്യമായിട്ട് ചരിത്രത്തെ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളൊരു സംശയമാണ്. ചരിത്ര പഠനത്തെ പറ്റിയുള്ള ചോദ്യമാണ് അല്ലേ, അതോ പൊതുവിലുള്ളതാണ്? പൊതുവിലുള്ളതാണ് സാർ, ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള. അല്ല, നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഏത് വിഷയമായാലും, ചരിത്രമായാലും മറ്റേത് വിഷയമായി കഴിഞ്ഞാലും സമൂഹത്തിന്റെ അകത്ത് വ്യത്യസ്ത തരത്തിലുള്ള നിലപാടുകൾ എല്ലാ വിഷയങ്ങളിലും ഉണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്, സയൻസിനെ കുറിച്ച് എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. വളരെ വ്യത്യസ്തമായ നിലപാടുകൾ സയൻസിനെ കുറിച്ചുണ്ട്. പരിണാമവാദം വേണ്ട എന്നും വേണമെന്നും പറയുന്ന ആൾക്കാരുണ്ട്. പരിണാമവാദം പഠിപ്പിക്കേണ്ട എന്ന് അടുത്ത കാലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പാഠപുസ്തക സമിതി വരെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് പരിണാമവാദം പഠിപ്പിക്കേണ്ട എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാനപ്പെട്ട സംഗതി 2 കാര്യങ്ങളാണ് എന്നുള്ളത്. ഒന്ന്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ട് ഒരുപക്ഷെ നമ്മളുടെ പാഠപുസ്തക സമിതികളല്ല, മൊത്തത്തിൽ ശാസ്ത്രലോകം, അതുപോലെ തന്നെ ഇന്നത്തെ ഗവേഷണ ലോകം, ഇന്നത്തെ പൊതുവിൽ പണ്ഡിതന്മാർ, പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മറ്റേ എന്താ പറയണ്ടേ, ഈ ആനുകാലിക മറ്റേ ഈ TV ചർച്ചകളിൽ വർത്തമാനം പറയുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പണ്ട് പൊതുവിൽ, അതായത് ഇന്നത്തെ ഒരു വൈജ്ഞാനിക ലോകം അംഗീകരിക്കുന്ന വസ്തുതകൾ, ആ സിദ്ധാന്തങ്ങൾ അവ കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ക്ലാസ് മുറിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ പഠിപ്പിക്കേണ്ട കാര്യം ഇന്നതായിട്ട് വരാം, ഞാനത് നിഷേധിക്കുന്നില്ല. ഉദാഹരണം പറയാൻ, ചരിത്രം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോ സൈന്ധവ സംസ്കാരം എന്ന് പറയുന്നത് സരസ്വതി സംസ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് മുറിയിൽ പഠിപ്പിക്കണമെന്നാണ് ഇപ്പൊ നിർദ്ദേശം വന്നിരിക്കുന്നത്. സരസ്വതി സംസ്കാരം എന്ന് പറയുന്ന അസംബന്ധമാണെന്ന് ഞാൻ ക്ലാസ് മുറിയിൽ പറയുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു വാദം. അതെന്തുകൊണ്ട് അതിന്റെ നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അസംബന്ധമാകുന്നു എന്നുകൂടി നമുക്ക് പറയാൻ പറ്റും. കാരണം അത് ഈ സരസ്വതി സിദ്ധാന്തം അവതരിപ്പിച്ച ആളുകൾ അവര് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാദം, സരസ്വതി നദി എന്ന് പറയുന്ന നദി അത് സൈന്ധവ സംസ്കാരത്തിന്റെ അടിത്തറയായിരുന്നു. അതിനെക്കുറിച്ച് ആർക്കും തർക്കമൊന്നുമില്ല. സരസ്വതി നദിക്ക് അങ്ങനെ ഒരു റോൾ ഉണ്ടായിരുന്നു പറയുന്നതിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ഈ നദി അത് രാജസ്ഥാൻ മരുഭൂമിയിൽ ലയിച്ചു പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പൊതുവായിട്ട് പണ്ഡിത ലോകം അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തം. ഇവർ പറയുന്ന വാദം, ഈ സരസ്വതി നദി രാജസ്ഥാൻ നദിയിൽ ലയിച്ചു പോകുന്നതിന് മുമ്പ് അത് യഥാർത്ഥത്തിൽ രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടി തന്നെ ഇന്നത്തെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഗുജറാത്തിൽ ചെന്നിട്ട് വീണു എന്നാണ് ഇവർ വാദിക്കുന്നത്. ഇതിന് ഒരു തെളിവില്ല.
ഇതിന് ഒരു തെളിവുമില്ല. ഇതിന് പ്രത്യേകിച്ച് അവർ പറയുന്ന ചില വിചിത്രമായ വാദഗതികളുണ്ടെന്ന് ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ട് പോലും. അങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വാദം അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ വിമർശനങ്ങളും നമ്മൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം. കുട്ടിക്ക് ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായം ഇതുണ്ടെങ്കിലും അഭിപ്രായ രൂപീകരണം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കുട്ടി അറിഞ്ഞിരിക്കണം. അതറിയാനുള്ള സ്വാതന്ത്ര്യവും അറിയാനുള്ള അവകാശവും കുട്ടിക്കുണ്ട്. ആ കുട്ടിയുടെ അവകാശത്തെ നിഷേധിക്കാൻ എന്ത് സിലബസിന്റെ പേരിലും അധ്യാപകർക്ക് അവകാശമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് സിലബസിന്റെ പേര് നമ്മൾ സിലബസാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സിലബസിന്റെ പേര് അധ്യാപകർക്ക് അത് അങ്ങനെയുള്ള ഒരു അവകാശമില്ല. കുട്ടിക്ക് അത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഈ വിമർശനം ഉണ്ട് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇന്നത്തെ പാകിസ്ഥാന്റെ അതിർത്തിയെ മുഴുവനും മാറ്റിമറിച്ച് ഇന്ത്യക്കകത്തുകൂടി പോകുന്ന ഒരു ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ച് പറയാൻ കഴിയില്ല. അത് വസ്തുതാപരമായി ശരിയല്ല. അങ്ങനെ ഒരു വസ്തുത ഇല്ല. കാരണം പ്രാചീന കാലത്ത് ഇന്ത്യയോ പാകിസ്ഥാനോ ഈ ഹരപ്പൻ സംസ്കാരത്തിന്റെ കാലത്ത് രണ്ട് രാജ്യങ്ങളും ഉണ്ടായിട്ടില്ല. അത് പറയണം. അങ്ങനെ അല്ലാതെ വേറെന്താ പറയും? ഇത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ ഈ ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഞാൻ എല്ലാത്തിലേക്കും കടക്കുന്നില്ല. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ. നന്ദി സർ. താങ്ക് യു. ഹലോ സാർ, എൻ്റെ പേര് കാർത്തിക എന്നാണ്. ഞാൻ KUCT കുന്നത്തിലെ ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് ജനാധിപത്യ മൂല്യങ്ങളും വിദ്യാർത്ഥി ശാക്തീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് അതിനുവേണ്ടി ശ്രമിച്ചിട്ട് ഒരുപാട് ചരിത്രപരമായ പരീക്ഷണങ്ങളും സംരംഭങ്ങളും ഉണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു സംരംഭത്തെ പറ്റി ജനാധിപത്യ ക്ലാസ് മുറിയുമായി ബന്ധപ്പെട്ട് സാറിനൊന്ന് വിശദീകരിക്കാവോ? അല്ല, ഇതിൽ നടത്തിയ സംരംഭങ്ങൾ ഒരുപാടെണ്ണമുണ്ട്. അതിലിപ്പോ എല്ലാം വിശദീകരിക്കാനുള്ള ഒരു സാവകാശം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. പക്ഷെ ഏതായാലും ഒറ്റക്കാര്യം മാത്രമേ ഞാനിവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നു. അതായത് ഒരു ഘട്ടത്തിൽ നമ്മളിവിടെ ഏറെ ചർച്ച ചെയ്ത ഒരു പഠന രീതി ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ പറഞ്ഞിരുന്നത്, അതായത് അന്ന് അത് വിശദീകരിച്ചവർ പറഞ്ഞിരുന്നത് പ്രക്രിയാധിഷ്ഠിത ബോധനം എന്നാണ്. പ്രോസസ് ബേസ്ഡ് ലേണിംഗ്. ഈ പ്രോസസ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിസ്ഥാനപരമായി കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് വെറും സൈദ്ധാന്തികമായിട്ടും മാത്രമല്ല. അതായത് കുട്ടികൾ ക്ലാസ് മുറിയിൽ പുസ്തകം വായിച്ച് പഠിക്കുക മാത്രമല്ല ചെയ്യുക. ഈ ക്ലാസ് മുറിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പ്രയോഗത്തിലൂടെ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതായിരുന്നു അതിൻ്റെ അർത്ഥം. ഈ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു സംഗതിയും ഏതൊരു പർട്ടിക്കുലർ ഒരു അറിവിന്റെ രൂപത്തെയും ഒരു വൈജ്ഞാനിക രൂപത്തെയും അത് പരിശോധിക്കാൻ കഴിയുന്ന, പഠിപ്പിക്കാൻ കഴിയുന്ന ആക്ടിവിറ്റികളാക്കി മാറ്റുകയും ഈ ആക്ടിവിറ്റികളാക്കി മാറ്റിക്കൊണ്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ആക്ടിവിറ്റികളായിട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് ക്ലാസ് മുറിയുടെ ഒരു അന്തരീക്ഷത്തിൽ മാത്രമായിട്ട് സാധിക്കില്ല. പലപ്പോഴും ക്ലാസ് മുറിക്ക് പുറത്തു പോകേണ്ടി വരും. ചിലപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു വ്യവസായശാലയിലോ ചിലപ്പോൾ ഒരു കൃഷി സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഒരു സ്പോർട്സ് മേഖലയിലോ ചിലപ്പോൾ ഒരു കലാരൂപങ്ങളുടെ അതിൻ്റെ ആസ്വാദനത്തിലോ അങ്ങനെ പല രൂപങ്ങളിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില ഭാഷാ അധ്യാപകൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നാടകത്തിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതിന്റെ പ്രക്രിയാബദ്ധത എന്ന് പറയുന്ന അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു ഘട്ടം വരെ നമുക്ക്, പ്രത്യേകിച്ച് ഞാൻ കുറച്ചൊക്കെ ഇൻവോൾവ് ആയിരുന്നൊരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള പാഠപുസ്തകങ്ങൾ വരെ എഴുതാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷെ ആ പാഠപുസ്തകങ്ങൾ എഴുതാനുള്ള ശ്രമമാണ്, ഞാനിത് പറയുന്നത് ക്ഷമിക്കണം, ആ പാഠപുസ്തകങ്ങൾ എഴുതാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ക്ലാസ് മുറി എന്ന് പറയുന്നത് കളികളുടെ രൂപത്തിലാക്കി മാറ്റി എന്നുള്ള ഒരു വലിയൊരു ആക്ഷേപമായിട്ടൊന്ന് മാറുകയും യഥാർത്ഥത്തിൽ കുട്ടികൾ അധ്യയനം നടത്താത്തതും
എഴുതാനും വായിക്കാനും പഠിക്കാത്തതും യഥാർത്ഥത്തിൽ ഈ പറയുന്ന കളികളുടെ രൂപത്തിലേക്ക് അത് മാറ്റിയതാണ് എന്നുള്ള അശാസ്ത്രീയമായ നിലപാടുകൾ പിന്നീട് നമ്മുടെ ഒരു പൊതുബോധത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു. ഇത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ടുണ്ടായി വന്നത്. കാരണം അത് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിച്ച ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനൊരു കുട്ടികൾ കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ അതിനൊരു സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഒരു ഘടകം ഉണ്ടാവും. ആനന്ദത്തിന്റെ ഘടകത്തിലപ്പുറമൊന്നും അതിൻ്റെ അകത്തില്ല. അതിൻ്റെ അകത്തെ തരത്തിലുള്ള അറിവ് നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ അറിവ് നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ട അധ്യാപകരുടെ ജോലിയുമാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇതൊരു വലിയൊരു എന്താ പറയുക ക്യാമ്പയിനായിട്ട് മാറുന്ന ഒരവസ്ഥ ഇവിടെ 10-20 കൊല്ലം മുമ്പ് ഉണ്ടായി വന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് അതേ സാധനം വെച്ചുകൊണ്ട് തന്നെ ഒരു ചർച്ച ഇപ്പൊ നടക്കുന്നുണ്ടെന്ന് കേട്ടു. അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഈ പ്രക്രിയാധിഷ്ഠിത ബോധനം എന്ന് പറയുന്നത് അതിലുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റത്തിന്റെ ഒരു അംശം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ ആ മാറ്റത്തിന്റെ അംശം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യം. പക്ഷെ അത് ഭാഷാബോധനത്തെ ബാധിച്ചതല്ല എന്ന് ഉറപ്പിച്ചു പറയാനായിട്ട് കഴിയും. ഭാഷാബോധനത്തെ ബാധിച്ചത് അത്തരത്തിലുള്ള സംഗതികളൊന്നും അല്ല. അതിന് പകരം നമ്മൾ ഭാഷയോടുള്ള നമ്മുടെ സമീപനം മാറിയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഒരു പക്ഷെ വേണമെങ്കിൽ വേറൊരു അവസരം ഇപ്പൊ തന്നെ വേണമെങ്കിൽ വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ഭാഷയോടുള്ള സമീപനം മാറിയത് കൊണ്ടാണ് അത് അത്തരത്തിലുള്ള പ്രശ്നം. നമ്മളിപ്പോൾ ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ബിൽഡിംഗ് നടത്തിയതിന് ശേഷമല്ല ഇപ്പൊ എല്ലാ ഭാഷകളും പഠിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് 51% ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അതിന്റെ ദൗർബല്യം ഭാഷാബോധനത്തിനുണ്ടായിരിക്കും. താങ്ക് യു സർ. ഹലോ സാർ, എൻ്റെ പേര് അമൃത. ഞാൻ KUCT കുന്നത്തെ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് വിദ്യാർത്ഥികൾ ഡിജിറ്റൽ പരിസ്ഥിതിയിലാണ് വളരുന്നത്. പാഠപുസ്തകങ്ങൾ പോലെയുള്ള പഴയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പഠിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. അപ്പം ഒരു ജനാധിപത്യ ക്ലാസ് മുറി സൃഷ്ടിക്കുന്നതിൽ അധ്യാപകരും പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുന്നവരും എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിലുള്ള ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച കൂടി പറയാതെ അതിലേക്ക് മുഴുവനായിട്ട് പോകാൻ കഴിയില്ല. അപ്പോ മറ്റേ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ 2 രീതിയിൽ ആണ് കാണുന്നത്. ഒന്ന് ഡിജിറ്റൽ വിദ്യാഭ്യാസം തന്നെ, അതായത് നിങ്ങൾ ഡിജിറ്റൽ ഗാഡ്ജറ്റ്രി പഠിക്കുക, നേരിട്ട് അത് പഠിച്ചുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 7ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് ആണെന്ന് തോന്നുന്നത്, 7ാം ക്ലാസ്സാണ് മുതലിപ്പോൾ ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി പഠിപ്പിക്കാനായിട്ട് ഇപ്പൊ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതിന് അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ അവിടെ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഡിജിറ്റലായിട്ട് എന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിൽ നേരിട്ട് ഡിജിറ്റൽ വിദ്യാഭ്യാസം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഷയമായിട്ട്, നമ്മൾ യഥാർത്ഥത്തിൽ IT എന്ന് പറയുന്ന ഒരു വിഷയമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആ വിഷയമായിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ IT എനേബിൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറയും. അതായത് IT ഉപയോഗിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. ഇതിൽ നമുക്കിതിൻ്റെ സാധ്യതയും പരിമിതിയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, IT കൊണ്ടുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുവരെ സാധ്യമല്ലാത്ത രീതിയിൽ നമുക്ക് ഒരു പ്രതീതി മാത്രമായ അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള റിയാലിറ്റിയുടെ രൂപങ്ങളിൽ നമുക്ക് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ഒരുപക്ഷെ നേരിട്ട് സംവദിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളെ നമുക്ക് വിവരങ്ങളുടെ രൂപത്തിൽ കുട്ടികളുടെ ഇടയ്ക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയൊരു ഗുണപരമായ വശമുണ്ട്. ആ വശത്തിന് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനായിട്ട് അധ്യാപകർക്ക് കഴിയണം എന്നുള്ളത് വെറും വസ്തുത മാത്രമാണ്. അത് ഒരു ജനാധിപത്യ ക്ലാസ് റൂമിന് ആവശ്യമാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപര അഭിപ്രായം. കാരണം നിങ്ങൾക്ക് അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചരിത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാലഗണന എന്ന് പറയുന്നത് ഇപ്പൊ പ്രാചീന കാലം അല്ലെങ്കിൽ മധ്യകാലം എന്ന് പറയുന്ന കുട്ടികൾക്ക് അവരുടെ അതെന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടുവരാൻ തന്നെ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ പെടും. പക്ഷെ നമുക്കിപ്പോൾ ഭാഗ്യത്തിന് വെർച്വൽ റിയാലിറ്റി വഴിയായിട്ട് ധാരാളമായിട്ട് ഇതിന്റെ സിമുലാക്ര അല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള അതേ രൂപത്തിൽ സംവേദനം ചെയ്യുന്ന മറ്റേ രൂപങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. അത് നമുക്ക് കാണിച്ചു കൊടുക്കുകയും
ഏതാണ്ട് ഇത് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കിയ ആളുകൾക്കും അറിയില്ല, നമുക്കും അറിയില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ വന്നിട്ട് അതെങ്ങനെ തന്നെയാണോ ഈ മറ്റേ ദിനോസാറുകളൊക്കെ ഇരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു പരിമിതികൾ ഉണ്ടെങ്കിലും ഏതാണ്ടൊരു ധാരണ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ഗുണപരമായ വശം ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ പക്ഷെ അതിൻ്റെ ഒരു ദോഷപരമായ വശം എന്ന് പറയുന്നത് ഞാൻ കാണുന്ന ഒരു ദോഷം, ആ ദോഷമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യണം. കാരണം നമുക്ക് കിട്ടുന്ന വിവരമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. അപ്പൊ നിങ്ങൾക്കിപ്പോ ഉദാഹരണത്തിന് മെറ്റയോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാറ്റ് GPT അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള വിവരങ്ങളൊക്കെ അത് നൽകും. വിവരങ്ങൾ നൽകാൻ അതിന് കഴിയുകയും ചെയ്യും. പക്ഷെ ആ വിവരങ്ങളല്ല വിജ്ഞാനം എന്നുള്ള കാര്യം കുട്ടികൾക്ക് മനസ്സിലാവേണ്ടതുണ്ട്, അധ്യാപകർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആ വിവരത്തെ എങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനൊരു അറിവ് സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ അധ്യാപകർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. അങ്ങനെ മാത്രമേ IT എനേബിൾഡ് വിദ്യാഭ്യാസം സാധ്യമാവുള്ളൂ. നിങ്ങൾക്ക് വിവരങ്ങൾ കുട്ടികൾ ലഭിക്കുന്നു, തീർച്ചയായും വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് കുട്ടിയെ പ്രേരിപ്പിക്കണം. അത് വീട്ടിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബുകളിലാവാം, എവിടെ വേണമെങ്കിലും ആവാം. പക്ഷെ അതുപയോഗിച്ച് നമ്മളൊരു ഡിസ്കഷൻ അവിടെ നടക്കണം. ഈ വിവരങ്ങൾ ശേഖരിച്ച് അത് ഒരു പക്ഷേ മറ്റേ പ്രസന്റേഷൻസിലൂടെയോ മറ്റു രൂപങ്ങളിലൂടെയോ അവതരിപ്പിച്ചിട്ടൊരു ചർച്ച നടക്കുമ്പോഴാണ് ഈ വിവരങ്ങൾ കുട്ടികൾക്ക് അതുപയോഗിച്ചുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ നേരിട്ട് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ അറിവായിട്ട് മാറുന്നത്. ആ പ്രക്രിയ നമ്മൾ നടത്തുന്നുണ്ട്. അതോ ഇതെന്ന് കിട്ടിയ അറിവ് കൊണ്ട് പരീക്ഷ എഴുതുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. എൻ്റെ ഒരു ഭയം എന്ന് പറയുന്നത് ഒരു ഭയമല്ല, ഏതാണ്ടൊരു വസ്തുതയാണ്. രണ്ടാമത്തതാണ് നടക്കുന്നത് എന്നുള്ളത്. ഇതുകൊണ്ട് എളുപ്പത്തിൽ പരീക്ഷ എഴുതാനുള്ള ഒരു ട്രിക്കായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ക്ലാസ് മുറികളെ തകർക്കുകയുള്ളൂ. താങ്ക് യു സർ. ഹലോ സർ, എൻ്റെ പേര് ആതിര. സർ, എൻ്റെ ചോദ്യം, വിദ്യാലയങ്ങളിൽ ജനാധിപത്യ ബോധ്യം നിർമ്മിച്ചെടുക്കുന്നതിൽ വിദ്യാർത്ഥി സംഘടനകൾ വഹിക്കുന്ന പങ്ക് എത്രത്തോളം ഉണ്ടെന്നാണ് അങ്ങ് കരുതുന്നത്? ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനിവാര്യമായ ഒന്നാണോ? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഞങ്ങളൊക്കെ ഇപ്പൊ എന്നെ പോലെയുള്ളവരൊക്കെ തന്നെ സത്യം പറയുകയാണെങ്കിൽ ഈ വിദ്യാലയ സംഘടനകളുള്ള സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിച്ചവരാണ്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തില് എനിക്കോ അല്ലെങ്കിൽ അന്ന് പഠിച്ചവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അതുകൊണ്ട് മാത്രം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ പഠിച്ച നിരവധി ആളെ, പലരും ചിലരൊക്കെ നിങ്ങൾക്ക് അറിയുന്നവർ കൂടിയാണ്. അവരൊക്കെ ആർക്കും തന്നെ അങ്ങനെ ഒരു പിന്നോക്കാവസ്ഥയൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ പഠനവും ഈ പറയുന്നതും തമ്മിൽ പ്രത്യേകിച്ച് പറയുന്ന രീതിയിലുള്ള ബന്ധമൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതിൽ അതിനോടൊപ്പം തന്നെ ഞാൻ വിദ്യാർത്ഥി സംഘടനകൾ അംഗീകരിക്കുന്ന ഒരാളാണ്, വേറൊന്നും കൊണ്ടല്ല. കാരണം കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ചുറ്റുപാടുമുള്ള ലോകത്തെക്കുറിച്ചും അവരവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവതരിപ്പിക്കാനായിട്ടുള്ള വേദികൾ ഇപ്പോൾ കുറഞ്ഞു വരിക. പ്രത്യേകിച്ച് ക്യാമ്പസ്, നമ്മളിപ്പോൾ പുതിയ പഠിക്കുന്ന ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേദികൾ കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ട്. വേദികൾ കുറഞ്ഞു വരുന്നത് പല ക്യാമ്പസുകളിലും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങൾ തന്നെ കാണിക്കുന്നത് അതിനെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വേദികളുടെ ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദികൾ വേണ്ട എന്നുള്ളതാണ്. വേദികൾ എന്ന് പറഞ്ഞാൽ അത് സംഘടനകളിലേക്ക് നയിക്കും, അത് സംഘർഷങ്ങളിലേക്ക് നയിക്കും, ചിലപ്പോൾ കൊലപാതകങ്ങളിലേക്ക് നയിക്കും. ഇതൊക്കെ സംഭവിച്ചേക്കാം, ഞാൻ ഇല്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. ഇതൊക്കെ സംഭവിച്ചേക്കാം എന്ന് പറയുന്നത് ഞാൻ തയ്യാറല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു ബോധകൽപ്പനയിലൂടെയല്ല കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതിന് പകരം ചുറ്റുപാടും നടക്കുന്ന സമൂഹത്തിന്റെ ഭാഗമാണ് അവരുന്ന അതിലുള്ള ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമമാണ് കുട്ടികൾ നടത്തേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ പക്ഷെ അവർക്ക് അതിനോടൊപ്പം ഇത് എന്താണെന്നുള്ളതിനെ പറ്റി ബോധ്യം ഉണ്ടാവുകയും വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം ഇപ്പം പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ എന്തുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്, അതിന്റെ കാര്യകാരണബദ്ധമായിട്ട് കുട്ടി മനസ്സിലാക്കണ്ടേ.
അല്ലെങ്കിൽ എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടാണോ കുട്ടി അറിയേണ്ടത്? ഇത് ആര് പറയും? ആര് ചർച്ച ചെയ്യും? എങ്ങനെ ചർച്ച ചെയ്യും? ഇപ്പൊ ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്ത നിലപാടുകളുണ്ട്. വ്യത്യസ്ത നിലപാടുകൾ എന്താണെന്ന് കുട്ടി അറിയണ്ടേ? അത് എവിടെ നിന്ന് അറിയും? ഇത് മുഴുവൻ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതൊന്നും വേണ്ടാന്നങ്ങ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ, പിന്നെ പാഠഭാഗങ്ങൾ പഠിച്ചിട്ട് പാസ്സാവുക മാത്രമാണ് കുട്ടിയുടെ ലക്ഷ്യമെങ്കിൽ നമ്മളൊരു നല്ലൊരു യാന്ത്രിക മനുഷ്യരെ ആയിരിക്കും കുട്ടി സൃഷ്ടിക്കുക, അല്ലാതെ മനുഷ്യരെ അല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് മനുഷ്യരുടെ ഇന്നത്തെ ശക്തി ദൗർബല്യങ്ങളെല്ലാം കുട്ടിയെ അറിഞ്ഞിരിക്കണം, നിലപാടെടുക്കാനും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംഘടനാ രാഷ്ട്രീയത്തെ അടക്കം ഞാൻ അംഗീകരിക്കുന്നു. താങ്ക് യു സർ. ഇനി ആരെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. ഇനി ആരുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി വിദ്യാർത്ഥി പ്രതിനിധി ഹരിപ്രിയയെ ക്ഷണിക്കുന്നു. KFL സാഹിത്യോത്സവം 51 വിജയവീതിയിലെ 28ാം ദിനവും അതിമനോഹരമായി തന്നെ അവസാനിച്ചിരിക്കുകയാണ്. പ്രോഗ്രാമിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മുടെ എവരുടെയും പ്രിയങ്കരിയായ പ്രിൻസിപ്പാളും പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറുമായ ഡോക്ടർ എസ് ടിസ്മി ടീച്ചറിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി KN ഗണേഷ് സാറാണ്. ക്ലാസ് മുറികളിലെ ജനാധിപത്യം എന്ന വിഷയത്തിൽ അതിമനോഹരമായൊരു സെഷൻ നമുക്ക് വേണ്ടിയിട്ട് എടുക്കുകയും നമ്മുടെ ചെറിയ സംശയങ്ങൾക്ക് പോലും മറുപടി നൽകുകയും സാറിന്റെ വിലയേറിയ സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തതിന് സാറിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അധ്യാപകരാകാൻ പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനകരമായിരുന്നു സാറിന്റെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ക്ലാസ് മുറികൾ എപ്രകാരമായിരിക്കണം, അധ്യാപകരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നിവയെല്ലാം കൂടി സംഗ്രഹിച്ച് നമുക്കൊരു പ്രചോദനകരമായ ഒരു സെഷൻ തന്നെയായിരുന്നു സാർ എടുത്തിരുന്നത്. സാറിനോടുള്ള നന്ദി എൻ്റെ വ്യക്തിപരമായ പേരിലും കോളേജിന്റെ പേരിലും ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്ററായ ലേഖ ടീച്ചർ, മറ്റ് അധ്യാപകർ, എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും കോളേജിന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടിയിൽ സഹകരിച്ച മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മറ്റ് കോളേജിലെ അധ്യാപകർക്കും മറ്റ് സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും കോളേജിന്റെ പേരിലുമുള്ള KFLന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രോഗ്രാം അവസാനിച്ച് എല്ലാവർക്കും ലെഫ്റ്റ് ആകാം.